നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് ശാന്തമാക്കാം. ദൈവത്തിരുസന്നിധിയിൽ ഏറ്റവും താഴ്മയോടെ നമുക്ക് നിൽക്കാം. തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ പലവിധ ഞെരുക്കങ്ങളും രോഗങ്ങളും നൊമ്പരങ്ങളും വേദനകളും തകർച്ചകളും എല്ലാം നമ്മെ വലിഞ്ഞു മുറുക്കുമ്പോഴും ഈശോ പറയുകയാണ്, ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നുവെന്ന്. അതെ, ലോകത്തെ കീഴടക്കിയ നമ്മുടെ രക്ഷകനായ പൊന്നുതമ്പുരാന്റെ തിരുസന്നിധിയിലാണ് നമ്മളിപ്പോഴായിരിക്കുന്നത്. നമ്മെ പൂർണ്ണമായി നമുക്ക് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് വെച്ചു കൊടുക്കാം. നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും, അത് രോഗങ്ങളാകാം, തകർച്ചകളാകാം, നൊമ്പരങ്ങളാകാം, എന്തു തന്നെയാണെങ്കിലും അതെല്ലാം നല്ല തമ്പുരാന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ പൂർണ്ണമായി ഏൽപ്പിക്കാം. എന്നെ മുഴുവനായും അറിയുന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ രോഗങ്ങളും തകർച്ചകളും നൊമ്പരങ്ങളും വെച്ചു കൊടുക്കുമ്പോൾ ഈശോ അതെല്ലാം ഏറ്റെടുത്തുകൊള്ളും. പൂർണ്ണമായും സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങളെക്കുറിച്ച് നമുക്ക് അനുതപിക്കാം. ആരെയെങ്കിലും നമ്മുടെ വാക്കുമൂലമോ പ്രവൃത്തി മൂലമോ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം നമുക്ക് മാപ്പ് ചോദിക്കാം. ദൈവത്തിരുസന്നിധിയിൽ അവർക്കെല്ലാം വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ നമ്മിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തിരുസന്നിധിയിൽ താഴ്മയോടെ നിന്നുകൊണ്ട്, കർത്താവേ, എനിക്ക് പാപബോധം തരണമേ എന്ന് നമുക്ക് ഏറ്റുപറയാം. പശ്ചാത്താപം തരണമേ എന്ന് നമുക്ക് ഏറ്റുപറയാം. ഇനി ഒരിക്കലും ഈശോയെ അവിടുത്തെ വേദനിപ്പിക്കാതെ അങ്ങയുടെ കുരിശിനോട് ചേർന്ന് നിൽക്കുവാനുള്ള വൻ കൃപ തരണമേ എന്ന് നമുക്ക് ഏറ്റുപറയാം. യേശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, രക്ഷിക്കാനാകാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. എന്നാൽ നിങ്ങളുടെ അകൃത്യങ്ങൾ, പാപങ്ങൾ ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ആഴമായി അനുദപിക്കാം. ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും നമുക്ക് അനുതാപത്തോടെ ദൈവത്തിരുസന്നിധിയിലായി യേശുവിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് പാടാം. പാപബോധം നൽകണമേ കർത്താവേ, എനിക്ക് പശ്ചാത്താപം നൽകണമേ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആഴമായ അനുതാപത്തോടെ നമുക്ക് ചേർന്ന് പാടാം. പാപബോധം നൽകണമേ, പശ്ചാത്താപവും നൽകണമേ, പാപബോധവും നൽകണമേ, പശ്ചാത്താപവും നൽകണമേ. ഇനി നിന്റെ കുരിശിൽ നിന്നകലാതെ നിൻ തിരുമുഖമെന്നിൽ പതിപ്പിക്കണേ. ഇനി ഒരിക്കലും കർത്താവിൻ്റെ കുരിശിൽ നിന്നും അകന്നു പോകാത്ത വിധം കർത്താവെ, നിന്റെ കുരിശിനോട് എന്നെ ചേർത്ത് നിർത്തണമേ. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും എൻ്റെ ഈശോയെ, നിന്നിൽ നകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ പാപങ്ങളും രോഗങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച പൊന്നു തമ്പുരാൻ, ആ തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ ചേർന്ന് നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പറയാം, ഈശോയെ, എനിക്ക് പാപബോധം നൽകണമേ. പാപബോധം നൽകണമേ, പശ്ചാത്താപവും നൽകണമേ, പാപബോധം നൽകണമേ, പശ്ചാത്താപവും നൽകണമേ.
നിന്നകലാതെ നിൻ തിരുമുഖമെന്നിൽ പതിപ്പിക്കണേ. കുരിശിലീശോ പിടയുന്നു എന്റെ പാപഭാരത്താൽ. നിൻ തിരുമുഖത്തേക്കൊരു മാത്ര നോക്കാൻ യോഗ്യതയില്ലെനിക്കെൻ ദൈവമേ. അതേ ഈശോയെ, നിന്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. ഞാൻ പാപം ചെയ്തങ്ങയെ വേദനിപ്പിച്ചു. അതെ, ആഴമായ അനുതാപത്തോടുകൂടി ദൈവ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അവിടുന്ന് നമ്മെ ഏറ്റെടുത്തുകൊള്ളും. തിരുവചനം നമ്മെ ഈ പ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: അശുദ്ധിയിലേക്കെല്ലാം വിശുദ്ധിയിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന്. അതെ, വീണ്ടും വചനം ഇപ്രകാരം പറയുന്നു: വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന്. നമുക്ക് വീണ്ടും വീണ്ടും ആഗ്രഹിക്കാം. എന്തെങ്കിലും തരത്തിലുള്ള അശുദ്ധി നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിലും, ഒരുപക്ഷെ നമ്മുടെ നാവിൻ്റെ അശുദ്ധിയായിരിക്കാം, നമ്മുടെ ഹൃദയത്തിൻ്റെ അശുദ്ധിയായിരിക്കാം, എന്തു തന്നെയാണെങ്കിലും അതെല്ലാം വീണ്ടും വീണ്ടും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ജോഷുവ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്: ഇന്ന് നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ചാൽ നാളെ നിന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ചാൽ നാളെ നിന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആ ഒരു ബോധ്യത്തോടുകൂടി ഇന്നെങ്കിലും എനിക്ക് രക്ഷ പ്രാപിക്കണമെന്നുള്ള ആഴമായ ആ വിശ്വാസത്തോടുകൂടി, ബോധ്യത്തോടുകൂടി വീണ്ടും വീണ്ടും നമുക്ക് അനുതാപത്തിലേക്ക് കടന്നു വരാം. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് ആഴമായ മനസ്താപത്തോടുകൂടി നമ്മുടെ കരങ്ങളെ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ ഹൃദയവും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളെയും ഓർത്ത് അനുതാപത്തോടുകൂടി ദൈവ തിരുസന്നിധിയിൽ നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മടുപ്പ് കൂടാതെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു: ഒരുകിയ മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായ ബലി. അതേ പ്രിയപ്പെട്ടവരെ, ഹൃദയം നുറുങ്ങി നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വീണ്ടും വീണ്ടും അനുതാപത്തോടെ ആയിരിക്കാം. ഒരു നിമിഷം നമ്മുടെ ഭവനത്തെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ പൂർവികരെ കൊടുക്കാം, നമ്മുടെ മാതാപിതാക്കളെ, മക്കളെ, പ്രിയപ്പെട്ടവരെ, അവരിലൂടെ എല്ലാം വന്നുപോയ എല്ലാ പാപങ്ങൾക്കും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. ഈശോയെ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടി ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ ഇതാ പ്രാർത്ഥിക്കുന്നു. എന്നോട് കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീരോടെ നമുക്ക് ഏറ്റുപറയാം: ഈശോയെ, എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണ തോന്നണമേ. കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ദൈവം നിരസിക്കുകയില്ല. നമുക്കറിയാം, ലാസറിൻ്റെ മരണത്തിൽ മനംനൊന്ത് കരയുന്ന മർത്തായോടും മറിയത്തോടും ഒപ്പം കരയുന്ന ഈശോ, കരയുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുന്ന നല്ല തമ്പുരാന്, ആ ദൈവ തിരുസന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ദൈവ തിരുസന്നിധിയിലേക്ക് അത് വെച്ചു കൊടുക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ചേർത്ത് വെക്കാം. ഈശോയോട് പറയാം: ഈശോയെ, എന്നെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. കർത്താവെ, എന്നെ അങ്ങയുടേതാക്കി മാറ്റണമേ. ഈശോയുടെ തിരുസന്നിധിയിൽ പൂർണ്ണമായും തീഷ്ണതയോടെ നമുക്ക് ഏറ്റുപറയാം. ബാറൂക്ക് പ്രവാചകനിലൂടെ കർത്താവ് പറയുകയാണ്: ദൈവത്തിൽ നിന്ന് അകലാൻ ശ്രമിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ മുമ്പിലായിരിക്കുവിനെന്ന്, അവിടുത്തെ തേടുവിനെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതെ, എന്തുമാത്രം വേദനയോടെയാണ് ഈശോ നമ്മെ കാത്തിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകലുവാൻ ശ്രമിച്ച അതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ നമുക്ക് മടങ്ങി വരാം.
യേശുവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ വിളിക്കാം. തിരുവചനം പറയുന്നു, അവിടുത്തെ വിളിക്കുവിൻ, അവിടുന്ന് നിങ്ങൾക്ക് ഉത്തരമരുളുമെന്ന്. ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം, നമ്മുടെ മനസ്സിനെ സ്വർഗത്തിലേക്ക് ഉയർത്താം. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് വീണ്ടും സ്തുതിച്ചാരാധിക്കാം. സ്തുതികളിൽ വസിക്കുന്ന ദൈവം, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം. ആരെല്ലാം ആത്മാർത്ഥമായി അവിടുത്തെ സ്തുതിക്കുന്നു അവരിലേക്ക് ഈ നിമിഷം ദൈവം കടന്നു വരും. യേശുവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. മടുപ്പ് കൂടാതെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ 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 കർത്താവ് നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. നിന്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അതെ, ദൈവവചനം പറയുന്നു, അവിടുന്ന് നമ്മുടെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. നമ്മുടെ കണ്ണുനീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നമ്മുടെ വേദനകളും രോഗങ്ങളും അസ്വസ്ഥതകളും അറിയുന്ന നല്ല തമ്പുരാൻ, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം ഇതാ പറയുകയാണ്, മകനെ മകളെ, നീ ഇനി എൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവേൻ. നിന്നെ ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. പാപബോധത്തോടുകൂടി ഏറ്റുപറഞ്ഞ മക്കളെ കർത്താവ് കടാക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ മിഴിനീര് അവിടുന്ന് കുപ്പിയിൽ ശേഖരിക്കുകയും നമ്മുടെ കണ്ണുനീർ കണങ്ങൾ അവിടുന്ന് കാണുകയും ചെയ്യുന്നു. നമുക്ക് ഈ ഗായകരോട് ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഈ ആശ്വാസ വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ നെഞ്ചോട് ചേർന്ന് നമുക്ക് സ്വീകരിക്കാം. പാടി സ്തുതിക്കുന്നവൻ ഇരട്ടി സ്തുതിക്കുന്നുവെന്ന സങ്കീർത്തന വചനം നമുക്ക് ഓർക്കാം. ഇതാ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്നു. മകളെ വേദനകൾ ഞാൻ ഹൃദയം സ്വീകരിച്ചു. മകളെ ഈ കുപ്പിയിൽ സ്വീകരിച്ചു. മകളെ വേദനകൾ ഞാൻ ഹൃദയം സ്വീകരിച്ചു. നിന്റെ കണ്ണീരെന്നും തുടയ്ക്കാം, നിന്റെ വ്യഥകൾ മുഴുവൻ അകറ്റാം. നിന്റെ കണ്ണീരെന്നും തുടയ്ക്കാം, നിന്റെ വ്യഥകൾ മുഴുവൻ അകറ്റാം. മകളെ ഈ കുപ്പിയിൽ സ്വീകരിച്ചു. മകളെ വ്യഥകൾ ഞാൻ ഹൃദയം സ്വീകരിച്ചു. ഒരു നിമിഷം നമുക്ക് ദൈവത്തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഈശോ നമ്മുടെ വേദനകളും ദുഃഖങ്ങളും എല്ലാം ഏറ്റെടുത്തു. നമുക്ക് ഇവിടത്തേക്ക് നന്ദി പറയാം. നാളെയെക്കുറിച്ച് നമുക്ക് ആകുലത വേണ്ട. ഈശോ നമ്മുടെ എല്ലാ രോഗങ്ങളും അസ്വസ്ഥതകളും നൊമ്പരങ്ങളും ഏറ്റെടുത്തു. ഇതാ ഈ സ്തുതിയുടെ നിമിഷങ്ങളിൽ സ്വർഗം തുറക്കുന്നു. മാലാഖമാരും വിശുദ്ധരും ഇറങ്ങി വന്ന് ദൈവ തിരുസന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മയെ ഞങ്ങളുടെ കുറവുകളിലേക്ക്, ഞങ്ങളുടെ മുറിവുകളിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുവരണമേ. കാനായിലെ കല്യാണ വിരുന്നിലും അവരുടെ വീഞ്ഞു തീർന്നു പോയി അവരപമാനിക്കപ്പെടുവാൻ പോകുന്നറിഞ്ഞ പരിശുദ്ധ അമ്മ ദൈവ തിരുസന്നിധിയിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥം പറഞ്ഞു. മകനെ അവർക്ക് വീഞ്ഞില്ല. അമ്മയുടെ അപേക്ഷ കേട്ട മകൻ
അത്ഭുതം പ്രവർത്തിക്കുന്നു. അതുവരെ അവരനുഭവിക്കാത്ത പുത്തൻ വീഞ്ഞ് അവർക്ക് വേണ്ടി അവിടെ നിർമ്മിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഈ നിമിഷം എനിക്ക് വേണ്ടി ദൈവ തിരുസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കണമേ. എന്റെ അപേക്ഷകളെ ദൈവ തിരുസന്നിധിയിൽ അർപ്പിക്കണമേ. എന്റെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ച് അമ്മയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നല്ല അമ്മയുടെ അപേക്ഷ ദൈവം ഒരിക്കലും നിരസിക്കുകയില്ല. നമ്മുടെ കുടുംബത്തെ കൊടുക്കാം, നമ്മുടെ വേദനകളെ കൊടുക്കാം, നമ്മുടെ കണ്ണുനീരുകളെ കൊടുക്കാം. ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കാത്ത എല്ലാ പ്രാർത്ഥനാപേക്ഷകളും ദൈവ തിരുസന്നിധിയിൽ അമ്മയോട് ചേർന്ന് നമുക്ക് കൊടുക്കാം. ഒരുപക്ഷെ നമ്മുടെ മക്കളെ കുറിച്ചുള്ള വേദനയായിരിക്കാം, നമ്മുടെ ഭവനത്തെ കുറിച്ചുള്ള വേദനയായിരിക്കാം, നമ്മുടെ കുടുംബ തകർച്ചയായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും അമ്മ പറയുമ്പോൾ മകൻ അത് ഉപേക്ഷിക്കുകയില്ല. അമ്മയോട് ചേർന്ന് നമുക്ക് ദൈവത്തെ വിളിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സിഹിയോൻ ഊട്ടുശാലയിൽ സ്ലീഹന്മാരോടൊപ്പമായിരുന്ന പരിശുദ്ധാത്മാവ് കടന്നുവെന്നു അമ്മയുടെ പ്രാർത്ഥനയിലൂടെ. അതെ, അമ്മ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ സ്വർഗം തുറക്കപ്പെടും, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, ദൈവത്തിന്റെ വലിയ ശക്തി നമ്മളിൽ വന്ന് നിറയും. വിശ്വസിക്കുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവവചനം, അതേ നമുക്ക് ഓർക്കാം, ദൈവത്തിന്റെ വചനം വിശ്വസിക്കുക. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ നിമിഷം ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന, നമ്മുടെ നിലവിളി കേൾക്കുന്ന പൊന്നു തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മെ കൊടുത്തുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. നാളെ നീ എന്താകുമെന്ന് ആകുലപ്പെടേണ്ട. ഗായകരോട് ചേർന്ന് നമുക്ക് വിശ്വാസത്തോടെ ഏറ്റു പറയാം. ഉള്ളിന്റെ ഉള്ളിൽ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവം എന്നെ വീണ്ടെടുത്തു. അതെ, ഈ ബോധ്യത്തോടു കൂടി നമുക്കായിരിക്കാം. എന്താകുമെന്നോ, നാളെ നീ ആരാകുമെന്നോ, നാളെ നീ എന്താകുമെന്നോ, നാളെ നീ ആരാകുമെന്നോ. അസ്വസ്ഥനാകേണ്ട, അന്നൊന്നു വേണ്ടതു ദൈവം തരും. അസ്വസ്ഥനാകേണ്ട, അന്നൊന്നു വേണ്ടതു ദൈവം തരും. ആ ദൈവം എന്നും നിന്നാഥൻ, ആ ദൈവം എന്നും നിന്നാഥൻ, ആ ദൈവം എന്നും നിന്നാഥൻ, ആ ദൈവം എന്നും നിന്നാഥൻ. യേശുവേ, നീ കടന്നു വരണമേ. കർത്താവേ, എന്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണമേ. യേശുവേ, അവയെത്രയോ സുരഭിലം പശ്യമോദനം. അവയെത്രയോ സുരഭിലം പശ്യമോദനം. അവയെത്രയോ ശ്രേഷ്ഠമാണെന്ന് അറിയൂ നിൻ ദൈവത്തിന്റെ സ്നേഹം. അവയെത്രയോ ശ്രേഷ്ഠമാണെന്ന് അറിയൂ നിൻ ദൈവത്തിന്റെ സ്നേഹം. ആ ദൈവം എന്നും നിന്നാഥൻ, ആ ദൈവം എന്നും നിന്നാഥൻ, ആ ദൈവം എന്നും നിന്നാഥൻ, ആ ദൈവം എന്നും നിന്നാഥൻ. നാളെ നീ എന്താകുമെന്നോ, നാളെ നീ ആരാകുമെന്നോ, നാളെ നീ എന്താകുമെന്നോ, നാളെ നീ ആരാകുമെന്നോ. ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നു കഴിഞ്ഞുവെന്ന് വിശ്വസിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി
ദൈവ തിരുസന്നിധിയിൽ നമുക്ക് താഴ്മയോടെ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്.